ഇന്ന് എവിടെ വന്നേക്കണേ? ആ നീ മ്യൂസിയത്തിലേക്ക് പോണേ? വണ്ടിയിൽ കയറി പോവാ? ഓക്കെ. എക്സൈറ്റ്മെൻറ്റിൽ ഫുൾ ചാടിക്കളി മോടിക്കളിയാണ്. രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല, കൈയും പിടിച്ചിട്ട് ഓരോ സ്ഥലത്തേക്ക് ഓടി നടന്നപ്പോൾ എന്താ പറയുക വെകിൽ പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. അവരോടട്ടെ, ഇവർ ഓടി ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണെന്നുള്ളത്. കുറേ സ്ക്രീനും കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. വെള്ളത്തിൽ കൂടെ പോകുന്ന ജീവികളാണല്ലോ, ഇതെന്താ മേളിലിരിക്കണേ എന്നുള്ള ഓരോ സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കടലിൻ്റെ ഉള്ളിലുള്ള ജീവികളെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കടലിൻ്റെ അടിയിലുള്ള വന്യഗ്രഹ ജീവികളാണ്, അന്യഗ്രഹമല്ല ഏതോ ജീവികളാണ്. അതൊക്കെ ഇവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ട് യുവ ആർക്കിയോളജിസ്റ്റുകൾ ചട്ടിയുടെ പൊട്ടിയ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ് ഗൈസ്. കറക്റ്റായിട്ടുള്ള ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാനായിട്ടുള്ള ടാസ്കിലാണ് ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഇത് ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ ത്രില്ല് പോയപ്പോൾ അടുത്തേക്ക് കടന്നു. അടുത്ത ചലഞ്ച് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം കൂടി വേറെയുണ്ട്. എല്ലാം അങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കണം. പീസുകൾ വെച്ച് യോജിപ്പിക്കുക എന്നുള്ളതാണ് പുതിയ ടാസ്ക്. കാലം പോയൊരു പോക്കേ. മണ്ണിൽ തുറന്ന് ഓരോന്ന് കണ്ടുപിടിക്കുന്നതിന് പകരം ഇപ്പം എല്ലാം സ്ക്രീനിൽ എല്ലാം തോണ്ടി എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തോണ്ടും തോറും മണ്ണിൻ്റെ ഉള്ളിൽ എൻ്റെ മുന്നേ അവരാരും ഇടിച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓരോ ബോക്സുകളൊക്കെ തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നും കണ്ട് ഞെട്ടി അത്ഭുതത്തോടു കൂടി നോക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഖത്തർ മ്യൂസിയത്തിലെ കാഴ്ചകൾ. സ്ക്രീനിൽ കാണുന്ന ഏതോ മദാമയ്ക്ക് വെള്ളം കോരി കൊടുക്കുന്ന ടാസ്ക്കാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. പണ്ടൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് വെള്ളം കോരി ഉപയോഗിച്ചിരുന്നു കിണറ്റിൽ നിന്ന്. ഇപ്പോൾ അതൊക്കെ ഡിജിറ്റലൈസ്ഡ് ആയി. 1 മിനിറ്റിനുള്ളിൽ മദാമയ്ക്കുള്ള വെള്ളം കോരി കൊടുത്താലേ മദാമ കുളിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് കഷ്ടപ്പെട്ട് സ്പീഡിൽ കോരിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. വെള്ളം ഒഴിക്കുന്നു, ടാങ്ക് ഫില്ല് ചെയ്യുന്നു, വീണ്ടും വെള്ളം ഒഴിക്കുന്നു, ടാങ്ക് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇനിയും ഇത് തന്നെയാണ് പണി. ത്തിന് വെള്ളം കോരാനായിട്ട് 2 കുട്ടികൾക്കും സാധിച്ചില്ല. ഇപ്പോൾ ആ ചലഞ്ച് ഏറ്റുകൊടുത്തുകൊണ്ട് റിമോ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നു. വെറും 60 സെക്കൻഡിനുള്ളിൽ ആ വെള്ളം ഫുള്ള് കോരി നിറച്ചാൽ മാത്രമേ ആ മദാമയ്ക്ക് കുളിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സത്യാവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. 30 സെക്കൻഡുകൾ മാത്രം. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം വെള്ളം ബാത്ടബിൽ നിറയ്ക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ചലഞ്ചിൽ ആദ്യം ഏറ്റെടുക്കുമെന്ന് അറിയില്ല. നമുക്ക് റിസൾട്ടിനായിട്ട് കാത്തിരിക്കാം. വെറും 3 സെക്കൻഡുകൾ മാത്രം ബാക്കി. മദാമിക്ക് വെള്ളം കിട്ടുമോ ഇല്ലേ? ടു ബാഡ് കിട്ടുന്നില്ല ഗൈസ്, കിട്ടുന്നില്ല. മദാമി ഇതുവരെ കുളിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പോണവരെ കാണാ പൊന്നിന് പോണവരെ പോയി വരും പോലെ എന്തുകൊണ്ട് വരും എന്താ സാധനം എന്ന് അറിയാണ്ട് വെറുതെ നിന്ന് ഇളക്കി കളിക്കുകയാണ്. നല്ല ഒരേപോലെ സ്റ്റെപ്പ്, ഡാൻസിൻ്റെ സ്റ്റെപ്പ് പോലെ എല്ലാവരും ഒരേപോലെ ഇളക്കണ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആകാംക്ഷയും കാര്യങ്ങളൊക്കെ പേടിയായിട്ട് മാറി. വാളിൽ തൂക്കിയിട്ടിരിക്കുന്ന വാളുകളും തോക്കുകളൊക്കെ കണ്ട് അന്തം വിട്ട് കുന്തം മെഴുകി നിൽക്കുകയാണ് രണ്ടുപേരും. അതിനെക്കുറിച്ചുള്ള വാദങ്ങളും തർക്കങ്ങളും ഇപ്പോൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലേത് വാളാണ് വെയിറ്റ് കൂടുതൽ, ഏത് വാളാണ് അവർക്ക് വേണ്ടതെന്നുള്ള ഡിസ്കഷനാണ് ഈ പോകുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള ഈ ഫോണിൽ നമ്മൾ ഡയൽ ചെയ്തിട്ട് അത്രയും പഴക്കമുള്ള കാലഘട്ടത്തിലേക്ക് വിളിക്കാൻ പറ്റണമെങ്കിൽ എന്ത് സുഖമായിരുന്നല്ലേ. അങ്ങനെയുള്ള ചിന്തകളായിട്ടാണ് ഇവിടെ പഴയ സാധനങ്ങളെ ഒരു സ്മാരകം എന്ന പോലെ അനുസ്മരിപ്പിക്കുന്ന പഴയ സംഭവങ്ങൾ. ഡിജിറ്റൽ പ്രൊജക്ടറുടെ കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇവിടെ ഫിലിം പ്രൊജക്ടറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അത്ഭുതത്തോടെ കുട്ടികൾ നിൽക്കുകയാണ്. മൊബൈൽ ഫോണുകൾ മാത്രം കണ്ടു വളർന്ന കുട്ടികൾ ഇപ്പോൾ നോർമൽ ഫോണുകൾ കാണുമ്പോൾ അത്ഭുതത്തോടെ അത് നോക്കുന്നു. വർക്ക് ചെയ്യില്ല എന്നുള്ള സത്യം തിരിച്ചറിയുന്നില്ല. പഴയ കാലഘട്ടം കഴിഞ്ഞ് ഇപ്പോൾ ഖത്തറിൻ്റെ ചരിത്രത്തിൽ ഇപ്പോൾ പുതിയ കാലഘട്ടത്തിലേക്ക് എത്തി, ഹൈടെക് കാലഘട്ടത്തിലേക്ക് എത്തി. ഇപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ സാങ്കേതിക വിദ്യയോട് കൂടിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിള്ളേരാണെങ്കിൽ രണ്ടുപേരും ഇതൊക്കെ അത്ഭുതത്തോടു കൂടി നോക്കി നടക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കാമെന്ന് അറിയാത്ത രീതിയിൽ ഇങ്ങനെ കളിച്ചും ചിരിച്ചും ഓരോ കാര്യങ്ങൾ കാഴ്ചകൾ കണ്ടിങ്ങനെ രസിച്ചുകൊണ്ട് നടക്കുകയാണ്. നമ്മൾ കണ്ട് ഇറങ്ങിയ മ്യൂസിയത്തിന് ചുറ്റും ഇപ്പോൾ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിലുള്ള പ്ലേ ഗ്രൗണ്ടിലേക്കും മറ്റ് കളിസ്ഥലത്തേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് പിന്നെ കളിക്കാനുള്ള സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാം മറക്കും. ഇതിൽ നിന്ന് കിട്ടിയ മുത്തുകൾ ചിപ്പികളൊക്കെ കോരിയെടുക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. പ്രധാനമായ സ്ഥലങ്ങളിലേക്ക് നയിക്കുന്ന കപ്പിത്താനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കപ്പിത്താൻ ഈസ ഒരു ഹായ് കൊടുക്കോ. ഈ ഗിനിപ്പിക്കുകൾ മറ്റേ വീല് കിടന്ന് കറങ്ങണ പോലെ ഇല്ലേ, രണ്ടുപേരും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയില്ല. സ്പീഡിലോട് നല്ല എക്സസൈസാണ്. ഓടിയിട്ട് എവിടെ എത്തണമില്ല. ഇതെനിക്ക് തോന്നുന്ന ഒരു ജനറേറ്ററിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്കുള്ള കറണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഒക്കെയോ സാധനങ്ങൾ എവിടെയൊക്കെ തേടി നടക്കുകയാണ്. പക്ഷെ ഒന്നും എടുക്കാൻ പറ്റണില്ല, ഒന്നും പോക്കറ്റ് ഇടാൻ പറ്റണില്ല. അത് കാരണം ചമ്മിപ്പോയി. പഴയ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ എൻ്റെ ആണെന്നുള്ളൊരു ഓർമ്മ. ഒരു നാഗവല്ലി സ്റ്റൈലായിരുന്നു കുറച്ച് ദിവസം മുന്നേ. ഓക്കെ ചുരുക്കി പറഞ്ഞ നാട്ടിലെ പാട്ടപ്പാക്കി. ഖത്തറിൻ്റെ ഫ്ലാഗ് ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ബലമായി പിടിച്ചു നിർത്താനായിട്ട് 2 കുരുന്നുകൾ അവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങളത് കാണുന്നില്ലേ?